നമുക്കില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒന്നുമില്ല. ബാക്ക് ടു നോർമൽ ഡേയ്സ് ആയി. അവരൊക്കെ ഓഫീസിൽ പോയി നമ്മളെ കുഴപ്പിന് നമ്മളെ ഇവിടെ സത്യം പറഞ്ഞ പഴങ്കനും ഉണ്ട്. അച്ഛന്മാർക്ക് വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞു, പെട്ടെന്ന് പോയില്ലെങ്കിൽ നമ്മൾ കറക്കും ഇവിടെ 2 മിനിറ്റ് കൂടെ നിന്ന. നടന്ന് 2 മിനിറ്റ് ആച്ചില്ലേ? പക്ഷെ ഭയങ്കര വെയില് പറ്റണില്ല. ഞാൻ ഒരു സത്യം പറയട്ടാ, ഇവർക്ക് ആർക്ക് വഴി അറിഞ്ഞൂടാ. വഴി തെറ്റിയാ പോയി, വഴി തെറ്റിയില്ല, വഴി അറിഞ്ഞൂടാ. രണ്ടൊരു മഞ്ഞ കളറല്ലേ? അവരെ കാണാനില്ല. കണ്ണുണ്ട കണ്ണില്. കടൽ കാറ്റിൻ നെഞ്ചിൽ, കടൽ കാറ്റിൻ നെഞ്ചിൽ. പെട്ടെന്ന് സ്ലോ മോഷൻ വലിയ ദൂരമല്ല, നമ്മൾ അറ്റ്ലാസ്റ്റ് കണ്ടുപിടിച്ച എവിടെയാണ്. ഒരാശ്വസില്ല തണലത്തുള്ള. മനസ്സിലായി മരത്തിന്റെ ഒക്കെ വിലകൾ. എനിക്ക് പ്രശ്നമാണ് രാവിലെ നൂഡിൽസ്. നല്ല ഫുഡ് കഴിക്കാനാണ് സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാനത്. നമ്മൾ വന്ന ആവശ്യം നോക്കാം, നമ്മൾ വഴി തെറ്റി പോരുത്. ബ്രെഡ് ഓംലെറ്റ് സേഫിന് വരെ നമ്മുടെ മാഗി, ബ്രെഡ് മുട്ട മാഗി. ഒരു ഷേവിംഗ് സെറ്റും ബ്രഷ് ഞാൻ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാണ് വന്നത്. കാർഡ് വർക്കാവുമോന്ന് അറിയാതെയാണ് ഇതൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ അഭിനയം നിർത്തിട്ട് വാ. അഥവാ കാർഡ് വർക്കായില്ലെങ്കിൽ അഭിനയം നിർത്തിട്ട് വരാൻ പോണ്. വേറെ ഒരു പ്രാവശ്യം ഫെയിലായി. എന്താ ഊരി ആദ്യം 2 പ്രാവശ്യം ഫെയിലായി. ഡാൻസിന്റെ പേഴ്സ് കീറിയെന്ന് തോന്നുന്നു അവിടെ. നമുക്ക് വേണ്ടിട്ടല്ലേ നല്ല ടേസ്റ്റി ബ്രെഡ് ഓംലെറ്റ്. നിങ്ങൾ പോയിട്ട് ഇവരെ ഫുഡൊക്കെ കഴിച്ചിരിക്കും, ഞാൻ ഇവിടെ കഴിച്ചിട്ട്. അഭിന് ഓരോ തണല് കാണുമ്പോ ഓടുന്നു. അഭിനങ്ങ് നിക്കി നോക്കാൻ കറ്റ. നമ്മളെത്തി. സീരിയസ് ആയിട്ട് കണ്ടില്ല. A few moments later. ത്രികോണമധ്യേ മൂലബിന്ദു കുടുങ്ങി. ഇവ തിന്ന ഒക്കില്ല ഇവിടെ. തെറ്റി. നമ്മളിപ്പോ ഗ്രാൻഡ് ഹയാത്തിലാണ് വന്നത്, ഹോട്ടലില്. ഈ സീറ്റിന് നോക്ക്. വീഡിയോ എടുത്ത് എനിക്ക് അടുത്ത് വർക്ക് ചെയ്യുമ്പോ ഇൻസ്പിറേഷൻ ആയിട്ടിരിക്കും. എന്താണ് നോക്ക എന്നെ കൊണ്ട് ഇതൊക്കെ ഇതിന്റെ അകത്ത് എന്തെന്നറിയാമോ? പഴംപൊരി. സംഭവം ഇവർക്ക് അവിടെ ഇതൊന്നും കിട്ടത്തില്ല. അപ്പൊ ഡാൻസറെ സ്നേഹപൂർവ്വം വാങ്ങിച്ചു കൊടുത്താണ് ഇതൊക്കെ. സ്നേഹമുള്ള ഡാൻസാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. എത്ര രൂപ കിട്ടും? ഇത് വിറ്റാ ഡാൻസിന്റെ ചാൻസ് ചെള്ളൊരു ഒരു പഴംപൊരി കഴിക്കാനാ വരരുത് കേട്ടോ. അപ്പൊ ഇവന്റെ ബാഗിൽ തുണി എടുക്കാതിരിക്കും. തുണി എടുക്കാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആഗ്രഹമൊക്കെ കൊള്ളാം. ഇവളെ ഡിസൈൻ പഠിപ്പിച്ചിരുന്നു. മെറ്റീരിയൽ കൊള്ളാം. അബുദാബിയിലുള്ള ഫുൾ പ്രൈവറ്റ് ഐലൻഡ്സ് നമുക്ക് ഏറ്റവും ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇതൊക്കെ എന്ത് റൂമിലിട്ട് തുറന്നിരത്തില്ലെന്ന് തോന്നുന്നു. കാര്യം പറയട്ടെ, റൂം സർവീസ് വേണ്ട. ഞാൻ നേരത്തെ പഠിച്ചു. യുഎയിലെ 1 of the 7-star ഹോട്ടലാണ്. അടുത്തത് അങ്ങ് അബുദാബിയിൽ മാൻ സിറ്റി പ്ലേയേഴ്സ് വരുമ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഡാൻസ് ചാനൽ എല്ലാം അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മള് സിറ്റി പ്ലേയേഴ്സ് അല്ലെങ്കിലും അപ്പുറത്തെ ഫ്ലാറ്റിലാണ് നമ്മള് പോണത്. ഇത് കൊള്ളാം കേട്ടോ. ഈ ബിൽഡിംഗ് കേട്ടോ. ബാത്റൂം ടൂർ. ടെക്സ്ചർ ചെക്ക് ചെയ്യാൻ അങ്ങനെയില്ല. എന്തെന്നറിയാമോ, ഇതൊക്കെ നോക്കിയാ ഞാൻ ഇത് ഡിസൈൻ ചെയ്യുമ്പോ എനിക്ക് ഇതൊക്കെ യൂസ് ചെയ്യാലോ. ബോഡി ലോഷൻ എടുത്തിട്ട് പോയാലോ? എന്ത് വെച്ചു ഇവിടെ നമ്മളെ കാണാൻ കേട്ടോ കുളിക്കുമ്പോ എല്ലാം ചെറുവല്ലേ. ഗ്രാൻഡ് ഹയാത്തിൽ ഡാൻസിന്റെ പേരെഴുതി ഡാൻസിന് പെർഫ്യൂം കൊടുത്ത്. എത്ര ഉണ്ട് എന്റെ പേരല്ലേ?
ഒന്ന് നിനക്ക്, ഒന്ന് എനിക്ക്. ഇവിടെ പോയ പിന്നെ ആദ്യമേ പുള്ളി പോയാലേ എന്താ നീന്തുന്ന നിങ്ങൾ അത് നമ്മളെ വരട്ടിടുന്നു guys. ഇന്ന് രാവിലെ വരാം. 8 മണിയായിരുന്നു. 8 മണി ക്ലോസിംഗ് എന്നല്ലേ പറഞ്ഞു. ഉണ്ടോ? 52 8 മണിക്ക് പോയത് ആനി എന്തിനു ചെയ്യുന്നു? പിച്ചയായിരുന്നു. അവിടെ പോയിട്ട് മൂത്രം ഒഴിച്ചിട്ട് ഇവിടെ ഒരു ഇളം ചൂടുണ്ട്. രാവിലെ ഞങ്ങൾ രണ്ടുപേരും മാത്രം എഴുന്നേറ്റ് അച്ചാച്ചൻ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ പോകുന്നു. യെസ്. നാട്ടില് ഡാൻസറെ എണീപ്പിച്ച് വിടുമേ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇവിടെ ഞങ്ങളെ വിളിച്ചപ്പോ എണീക്കുന്നില്ല. ഇളവാടി സാധാരണ ബൊഫേ അല്ലേ നമ്മളിവിടെ കൊണ്ടിരുത്തി. അവസാനം ഒരു ബില്ലും തരും. അവിടെ അവര് റൂം നമ്പർ ചോദിച്ചപ്പോഴേ ആനി പറയണത് 3501. സൂപ്പർ അല്ലേ? നാക്ക് കുഴഞ്ഞു പോയതാ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അവിടെ പോയിട്ട് 2 പ്ലേറ്റ് വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾ വരി അടുത്ത മാസം. അതെങ്ങനെയുണ്ട്? അടുത്ത മാസം എന്തോ സ്പെഷ്യൽ ഡേ ആണ്. പക്ഷേ വണ്ടിയിൽ പോകുന്നു വണ്ടി ബാക്കിലുള്ള വണ്ടിയുടെ സെയിം വണ്ടി ബെൻസ് എടുത്തിട്ട് അവര് ഫ്രണ്ടിൽ അവള് ബാക്കിൽ ഇങ്ങനെ നോക്കി ബാക്കിൽ ഇങ്ങനെ തല ഇറങ്ങി ഇഷ്യൂണ്. ഇവിടെ വന്നില്ലേ ജലദോഷം പിടിച്ച് ചുമ വന്ന് തൊണ്ടവേദന കരകര കിച്ച് കിച്ച്. ഇവിടുത്തെ കാലാവസ്ഥയുടെ കൂടെയാണെന്ന് തോന്നുന്നു. അച്ഛൻ എന്തെങ്കിലും ഉണ്ടോ? അത് ഈ സമയത്ത് നല്ല ചൂടാണ്, വെളിയിൽ നല്ല ചൂട്. എന്നിട്ട് ഞങ്ങൾ തപ്പന കയറുന്ന തണുപ്പല്ലേ, അതുകൊണ്ടാണ് തോന്നുന്നത് ഈ ഒരു ഇത് ബുദ്ധിമുട്ടായിട്ടിരിക്കണം. ഇതിനെ പറ്റിയൊക്കെ അറിയാവുന്നവരിങ്ങനെ ആലോചിക്കും. നമ്മളെ കോസ്റ്റ്യൂം നോക്ക്, ഡ്രൈവറിന്റെ കോസ്റ്റ്യൂം കണ്ട അത് വലിയ ബിസിനസ്മാനെ പോലെ ഇരിക്കും. ഇന്നലെ ആ ഹോട്ടലിൽ കയറി പോയ കോസ്റ്റ്യൂം ഓർമ്മിക്കാതെ. വെൽക്കം മാഡം. അപ്പോ നമ്മളാണെങ്കിൽ മിൽക്ക് കേക്ക് കഴിക്കാൻ വന്നേ. ഏത് മിൽക്ക് കേക്ക്? ആലിയ ഭട്ട് കഴിച്ചു. കണ്ടിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടില്ല. നമ്മളൊക്കെ ആലിയ ചേച്ചി കൊണ്ടുവരുമ്പോൾ കഴിച്ചിട്ടുള്ള കേക്കാണ്. ചന്തയുടെ ബാക്കിൽ നിങ്ങൾക്ക് ആലിയ എന്നല്ല, ഞങ്ങൾക്ക് അല്ലു എന്നാണ് വിളിക്കുന്നത് സ്നേഹത്തോടെ. അല്ലു റൺബു. നമ്മുടെ കേക്ക് വന്ന് മിൽക്ക് കേക്ക്, ഹണി കേക്ക്. ഞാൻ വീഡിയോ കണ്ടിട്ടുള്ള അവരിങ്ങനെ ഒഴിക്കാൻ വേണ്ടി ഒരു സാധനം തരും. ഈ ഒരു ബ്രാൻഡ് വാല്യൂ വെച്ച് നോക്കുമ്പോഴൊക്കെ ഓക്കെ. പക്ഷെ ഈ മിൽക്ക് കേക്ക് അത് വെറുത്താന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് നൈസാണ് ഇവിടെ ഉള്ളതിൽ. പക്ഷെ ഈ സംഭവം ആ സംഭവം മിൽക്ക് കേക്ക് കാരമൽ കേക്കും ഐ ഡോണ്ട് പേഴ്സണലി പ്രിഫർ. ഹണി കേക്കിൽ കുറച്ച് ഹണി കാണണ്ടേ? ഇല്ല, ഹണി കേക്കിൽ ഹണി ഇല്ല, മിൽക്ക് കേക്കിൽ മിൽക്ക് നിറയില്ല. എനിക്ക് തോന്നണേ മിൽക്ക് കേക്കിൽ ഇങ്ങനെ ഒരു സാധനം ഒഴിക്കുക. അതിന് മുന്നേ നമ്മൾ കേക്കെല്ലാം കൊള്ളാം, ഭയങ്കര വില. നമ്മൾ എത്തി ഗൈസ്. തിരിച്ച് നമ്മൾ ദുബായിൽ മിൽക്ക് കേക്ക് കഴിക്കാൻ പോയി. നമ്മൾ സിറ്റിയിൽ പോയിട്ട് പറഞ്ഞ ദൂരം തന്നെ. ആ ദൂരമേ സമയം അത്ര 133 കിലോമീറ്റർ പോയിട്ട് ബെൻസിൽ പോയതാണെന്ന് അറിയത്തില്ല. നല്ല ക്ഷീണം കുറവ്, പിടിയെത്തു പോലെ. അപ്പോ നല്ല ഉറക്കം ഉറങ്ങി. ഭയങ്കര ചൂട്. സമാധാനമില്ല. മിൽക്ക് കേക്ക് കഴിച്ചപ്പം സന്തോഷമായില്ല. ഫുള്ള് ലക്ഷറി ലൈഫ്. ഡിന്നർ കഴിക്കാൻ പോകുന്നു. 5 സ്റ്റാർ ഹോട്ടലിൽ ഡിന്നർ. രാവിലെ പിക്കാൻ വി ക്ലാസ്, തിരിച്ചുകൊണ്ടുവരാൻ വി ക്ലാസ്, ദുബായ് മോളിൽ ഷോപ്പിംഗ്, കേക്ക് കഴിക്കാൻ ദുബായ് പോകുന്നു, മാളിൽ വരുന്നു. എന്തൊക്കെയാണ് നാളെ ആടി ജീവിതം. നാളെ ഒന്നും കിട്ടില്ല. ഇപ്പഴേ പറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കരുത്. ഉച്ച വരെ. നീ ജോർജിയ ഇങ്ങോട്ട് വരുമ്പോ എന്റെ ഒരു വാക്ക് പറഞ്ഞ ഓർമ്മ. അജിത്ത് ഒന്നും പേടിക്കില്ല. അശ്വക്കുട്ടി വാരി ഉണ്ടാക്കി കിട്ടിയരാ. അപ്പൊ നാളെ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി തരാം, മനസ്സിലായോ? ഷെർലി ആന്റി പറഞ്ഞാണെങ്കിലൊക്കെ പറഞ്ഞ അഷ്ട ബിരിയാണി ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടെങ്കിൽ നീ ഉണ്ട്. നാളെ ഫുഡ് ഉണ്ടാക്കുമല്ലോ. എന്തെങ്കിലും ആക്ക, അതൊക്കെ തിന്നിട്ടെങ്കിലും. അശ്വക്കുട്ടി ഉണ്ടാക്കോടാ ബിരിയാണി. ജോർജിയ വെച്ചു ഇജാതി ബിരിയാണി കേട്ടാ.
ശരി, അത് നാളെ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം ഗൈസ്. നമ്മൾ 6 പേരുള്ളതുകൊണ്ട് ഒറ്റ വണ്ടി പോകാൻ പറ്റും, അതുകൊണ്ട് 2 വണ്ടി. നിങ്ങൾ പോയിട്ട് ഓക്കെ. കളറൊക്കെ ഇരിക്കുന്നത് നിങ്ങളുടെ വണ്ടിയിൽ കാർട്ടൂണൊക്കെ ഇരിക്കുന്നു. ലൈവ് ചില്ലല്ല. നമ്മള് ഡിന്നർ കഴിക്കാൻ എവിടെ പോകുന്നു? സെന്റ് റീജിയസ്. ഗൈസ് ഹോട്ടലിന്റെ വ്യൂ കണ്ടാ, ലോബി ഉണ്ടാ. ചേച്ചി അവിടെ ഇരുന്ന് പിയാനോ വായിക്കുന്നുണ്ട്. നൈസ് അല്ലേ? ചേച്ചി നൈസ് ആംബിയൻസ്. ലൈബ്രറി നല്ല വിശപ്പുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് എനിക്ക് ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം വളരെയധികം കുറവാണ്. നമുക്ക് അറ്റി ഫുഡ് അതാ കുറച്ച് കോണ്ടിനെന്റ് ഓഫ് ഫുഡ്സ് ഒക്കെ ആയിരിക്കും നമ്മളവിടെ ലോസ്റ്റ് ആയിരിക്കും. മാങ്ക നീ ഇങ്ങനെ കഴിച്ചോണ്ടിരി. ആ എടുത്താണ്ട ഇതൊക്കെ എനിക്ക് എന്തെന്ന് തോന്നി അറിയണം. നോക്കാം, നമ്മൾ നിറയെ സാധനം ഇരിക്കലാണ്. ഡെസേർട്ട് സെക്ഷൻ എവിടെയാണ്? ഇതിന്റെ പേരെന്ന് അറിയത്തില്ല. ഞാൻ ജിത്തുവിനെ എടുത്ത പോലെ എനിക്ക് ഒരെണ്ണം എടുത്തു തരാൻ പറഞ്ഞു. ഇന്നത്തെ ദിവസം നമുക്ക് കഴിഞ്ഞ് നല്ല ഡിന്നറും കൂടെ കഴിച്ചപ്പോ തൃപ്തിയായി. സത്യം പറഞ്ഞു. കുറെ ട്രാവലും ചെയ്ത് വെയിലും കൊണ്ട് ബോഡി പെയിൻ ഉണ്ടോ? സിറിങ്ങി നിൽക്കുന്നു. സിറിങ്ങി എനിക്ക് ഒരാഴ്ചയായിട്ട് ജലദോഷമാണ് ഗൈസ്. ജലദോഷമാണ് ഗൈസ്. മറ്റേ ആവിയൊക്കെ പിടിച്ച് മരുന്നൊക്കെ ഇട്ട് കാച്ചി കൊടുത്ത് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഇന്നത്തെ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ സുഖരുദ്ര സുഭരുദ്ര. എല്ലാരും ഇറങ്ങി നിൽക്കണം. നാളെ ഒരു സൂപ്പർ പരിപാടി ഉണ്ട്. സൂപ്പർ പരിപാടി. അപ്പൊ ശരി ഗൈസ്, നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ 4 ദിവസം കൂടെ സ്പെൻഡ് ചെയ്യാൻ ജിത്തുനില്ല. ജിത്തുസ് പോകണം. ജിത്തുസ് നാളെ ഒരു എക്സാം ഉണ്ട്. ജിത്തുസ് പോയിട്ടില്ലെങ്കിൽ ജിത്തുസ് മൂഞ്ചി. അപ്പോൾ ഒരു 4 ദിവസം ഞാൻ കാണത്തില്ല. പിള്ളേർ